ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് കണ്ടോ, മുറത്തിയിരിക്കുന്ന എന്താ ഒരു സാധനം കണ്ടോ നിങ്ങളെ? അതിൻ്റെ പേരാണ് ചീനി വറ്റൽ, മരച്ചീനി വറ്റൽ. കുറച്ച് കപ്പ അന്ന് ബാലൻസ് ഉണ്ടായിരുന്നു, അതെടുത്ത് ഞങ്ങൾ ചീനി വറ്റൽ ഉണ്ടാക്കി. ഈ മഴ സമയത്തൊക്കെ നമുക്ക് വറുത്ത് കഴിക്കാം, ചില ചാഴ കൂടെ കഴിക്കാം, അങ്ങനെയൊക്കെ. കണ്ടോ ചീനി വറ്റൽ? അത് എങ്ങനെ നോക്ക്, നല്ല ഉണ്ട്, നോക്ക് ഗൈസ്. കണ്ടാ ഗൈസ്, നല്ല അടിപൊളി ചീനി വറ്റൽ. കയ്പില്ലാത്ത സാധനം, കയ്പേ ഇല്ല. ഇതാണ് ചീനി വറ്റൽ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ഇതുപോലെ പിന്നെ അരിഞ്ഞ് ഉണക്കി ഈ പരമ്പിലൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഇത് പായിലൊക്കെ ഇട്ട് നാട്ടിൽ ഓരോരുത്തർ ഉണങ്ങുന്ന ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിലും പണ്ട് ഉണക്കുമായിരുന്നു. ഇത് അടിപൊളിയാണ്. ഇത് വയനാടൻ കപ്പയാ, നല്ല ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ ഉണങ്ങണം. അത് പാൻ്റെ കീഴിൽ വെച്ചിരിക്കുക, കാറ്റുണ്ട്, വെയിൽ കുറവല്ലേ മേലെ. അപ്പം ഇന്നലെ അരിഞ്ഞ് വെച്ചതാണ്. ഇപ്പം ഏകദേശം 3/4 ഭാഗം ഉണങ്ങി, ഇനി ഒരു 1/4 ഭാഗം ഉണങ്ങിയാൽ മതി. അപ്പോൾ ഇത് ബോറടിക്കുമ്പോൾ ഒരു 5-6 എടുക്കുക, വറക്കുക, ചായയുടെ കൂടെ കഴിക്കുക. അതാണ് വറ്റൽ, ചീനി വറ്റൽ. ചീനി വറ്റൽ കണ്ടോ ഗൈസ്? കണ്ടോ ഇതിന്റെ കളർ കണ്ടോ? അതിമനോഹരമാണ് കാണാൻ. ഇന്നലെ രാത്രിയിലൊക്കെ ചെറിയ മഴ ഉണ്ടായിരുന്നു ഗൈസ്. ഇന്ന് ഇച്ചിരി വെയിൽ അടിക്കുന്നുണ്ട്, ലൈറ്റ് അടിക്കുന്നുണ്ട്. ഇനി മഴ വരാൻ സാധ്യതയുണ്ട്, പറയാൻ പറ്റത്തില്ല മഴ. പിന്നെ നാട്ടിലെ ആദ്യം ഒരു കപ്പൽ മറിഞ്ഞു, രണ്ടാമതൊരു കപ്പൽ പിന്നെ 10 കണ്ടെയ്നറെല്ലാം അത് പൊട്ടി പിന്നെ പുക വരികയും എന്തൊക്കെയോ ആയി. നാട്ടിൽ എല്ലാവരും സൂക്ഷിക്കുക, മീനുകളൊന്നും ആരും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. കഴിച്ചാൽ ഇല്ലാത്ത അസുഖം. പിന്നെ കൊറോണ ഭയങ്കരമായി പടർന്നിരിക്കുന്നു. ഓമിക്രോണോ എന്ന് പറഞ്ഞ് വേറൊരെണ്ണം ഇറങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. അതിൽ 7 പേരങ്ങാണ്ട് മരിച്ചെന്ന് പറയുന്നത്. ബാംബെയിൽ 4 പേര് മരിച്ചു. ഒമിക്രോൺ അത് പഴയത്. ഇപ്പം ലേറ്റസ്റ്റ് ഒരെണ്ണം ഇറങ്ങിയിരിക്കുന്നതുകൊണ്ട് മണ്ടയിൽ നിന്ന് ആരും പുറത്തു പോകരുതെന്ന് കേരളത്തിൽ ഓർഡറായിട്ടുണ്ട്. അവിടുത്തെ ആരോഗ്യമന്ത്രി പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ട്, ആരും പുറത്ത് പോകരുത്, എല്ലാവരും സൂക്ഷിക്കണം, പിന്നെ മാസ്ക് ഇട്ട് നടക്കണം. ഭയങ്കരമായി 2500 പേർക്ക് പടർന്നു കഴിഞ്ഞെന്ന് പറയുന്നു. നേരാന്നോ കൊള്ളാമെന്ന് നമുക്കറിയില്ല. എല്ലാവരും നാട്ടിലെല്ലാവരും സൂക്ഷിക്കുക, വളരെ സേഫായിരിക്കുക. നിങ്ങൾ കൊറോണ എന്ന് പറയുന്ന പല രൂപത്തിൽ വരും. ചുമ, കോൾഡ്, പനി, തലകറക്കം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുള്ളതാണ് ഈ കൊറോണ എന്നുള്ളത്. ഇവിടെ എല്ലാവരും സൂക്ഷിക്കുക. കഴിയുന്ന യാത്രകളൊക്കെ ഒഴിവാക്കുക. ഇങ്ങോട്ടും ആവശ്യമില്ലാതെ യാത്രകൾ ചെയ്ത കൂട്ടം കൂടി നിങ്ങൾ നിൽക്കരുത്. ഇതൊക്കെയാണ് സേഫ്റ്റി എന്ന് പറയുന്നത് കേട്ടോ ഗൈസ്. അതുകൊണ്ട് എല്ലാവരും ഈ ചീനി വീട്ടിൽ നിന്ന് കാണുക, എല്ലാവരും ഇത് ചെയ്ത് വറുത്ത് കഴിക്കുക. വീഡിയോ കാണുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇന്നലെ കപ്പയും ചീനി ഇട്ടിരുന്നു ഞങ്ങൾ. എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അല്ല, കപ്പയും ഇറച്ചി കറിയും ഉണ്ടായിരുന്നു, ചിക്കൻ കറി. അതെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണുന്നതിൽ സന്തോഷം, വളരെയധികം. താങ്ക് യു സോ മച്ച്. ബൈ ബൈ. ഇത് കണ്ടോ, ഇത് വാഴയ്ക്ക ചെറുതായിട്ട് അരിയാണ്. ഒരു കായ്. ഇതൊരു വാഴയ്ക്ക തോരൻ ഉണ്ടാക്കുക, ഉച്ചക്കത്തെ പരിപാടിക്ക്. വാഴയ്ക്ക തോരൻ നല്ല പച്ചക്കായ. വാഴക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത്തക്കായ അല്ല, മറ്റേ വേറെ ടൈപ്പ് ഉണ്ടല്ലോ കറി വെക്കുന്നത്. അതെ.
അതിനെ ചെറുതായിട്ട് അരിഞ്ഞ് നമ്മളതിനെ തോരൻ വെക്കുക രാവിലെ. മഴയായതുകൊണ്ട് പുറത്തൊന്നും പാമ്പിയാ ഗൈസ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നമ്മൾ ഇരിക്കുകയാണ്. ഗൈസ്, ഇപ്പോൾ ഒരു വാഴക്ക നമ്മൾ അരിഞ്ഞില്ല ചെറുതായിട്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന മസാലകളും തേങ്ങ തിരികിയതും, ഇപ്പോൾ വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുന്നു, പിന്നെ സവാള അരിഞ്ഞതുണ്ട്, ഇത്തിരി 2 വറ്റൽമുളക്, വലിയ ജീരകം, ചെറിയ ജീരകം, ഇത് ഉഴുന്ന് ശകല ഉഴുന്ന്, ഇത്ര റെഡി ആയിക്കൊണ്ടിരിക്കുക. വെളുത്തുള്ളി ചെറുതായിട്ട് അരിയുന്നു. സ്റ്റൗവത്ത് വെച്ച് ചീഞ്ചട്ടി എടുത്ത് വെച്ചു. ഇതിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നു. വെളിച്ചെണ്ണ ചൂടാവാറായി, ഒന്നും ആയില്ല. ചൂടാകുമ്പം കടുക, അടുത്ത ഐറ്റം കടുക്. പിന്നെ കടുകിടാൻ പോകുന്നു ശകലം. എണ്ണ ചൂടായിട്ടില്ല, എണ്ണ ചൂടാവുന്ന ശേഷം ഇടാൻ പറ്റൂ, കാരണം അത് പൊട്ടണമല്ലോ. ഇതിനു വേണ്ടി കടുകിട്ടു. അത് പടപടേ പൊട്ടണം. എണ്ണ അങ്ങനെ ഇതായി, ഇത് പൊട്ടിയില്ല, പൊട്ടുന്നു കടുക് പൊട്ടുന്നു. പടപടേ അതിൻ്റെ കൂടെ ജീരകം, ചെറിയ ഉഴുന്ന്, വറ്റൽമുളക്, അത് മൂന്നും അങ്ങോട്ട് ആ കടുക് വറുത്തതിനകത്തോട്ട് ഇടുക. എന്നിട്ട് ഇളക്കി കൊടുക്കുന്നു. എന്തെല്ലാം ഇട്ടത്? ഉഴുന്ന്, വറ്റൽമുളക്, ഇപ്പം വെളുത്തുള്ളി ഇടുന്നു. പൊട്ടുന്നു. അടുത്തത് സവാള അരിഞ്ഞതായിട്ട് കിട്ടു. ആവശ്യത്തിന് ഇട്ടു. ഇളക്കുവാണ്. മഞ്ഞപ്പൊടി ഇട്ടു. അടുത്തത് കാശ്മീർ ചില്ലി പൗഡർ ഇത് ഇളക്കുക. കണ്ടോ കളർ? കണ്ട ആ വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ അതിലോട്ട് കളർ പിടിച്ചു. അപ്പോൾ ഇപ്പം ഇവിടെ അരിഞ്ഞു വെച്ച ഒരു വാഴക്ക അതിലോട്ട് ഇട്ടു. അതിലോട്ടിട്ടു. ഇനി അത് വേവണം.
എളുപ്പമാണ്. വെള്ളം ഒഴിച്ച് ഇവിടെ തിരികെ വെച്ച തേങ്ങ തീര അതിലോട്ടിട്ടു. അത് ഇളക്കുക. നല്ല അടിപൊളി സൂപ്പർ. കാണാൻ നല്ല രസമുണ്ട്. ഇനി അത് വേകണം. ഇനി അത് വേകണം. അതുപോലെ ഒരു മുടി വെച്ച് അടയ്ക്കും. അടച്ചു. ബാക്കി പിന്നെ കാണിക്കും. അങ്ങനെ നമ്മുടെ തോരൻ അടുപ്പ് വെച്ചില്ലേ? ഇപ്പോൾ ഏകദേശമൊക്കെ മുക്കാഭാഗം വെന്ത് കഴിഞ്ഞു. ഇളക്കുവാണ്. അതൊക്കെ തോരൻ അടിപൊളി ടേസ്റ്റ്. അത് അതുകൊണ്ട് വേണം. അപ്പം ഇന്നത്തെ തോരൻ പരിപാടി കഴിഞ്ഞു. വീഡിയോ കാണുന്ന എല്ലാവരും ഒരുപാട് നന്ദിയുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. താങ്ക് യു സോ മച്ച്. വീണ്ടും അടുത്ത വീഡിയോ കാണാം. താങ്ക് യു. ബൈ ബൈ.